Assalamualaikum warahmatullah. Good morning all. ക്ലിയർ അല്ലേ സർ? ഓക്കെയാണ് സാർ. ക്ലിയർ ആണ്. നമുക്ക് ഈ പൊൻപുലരി സമ്മാനിച്ച ദൈവത്തോട്, പടച്ച തമ്പുരാനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടരാം. എന്നെ കരീം സാർ അത്യാവശ്യം നന്നായി പരിചയപ്പെടുത്തി. മാത്രമല്ല ഈ സൂമിൽ ഇരിക്കുന്ന മിക്ക ആളുകൾക്കും പരിചയം ഉണ്ടാവും. കഴിഞ്ഞ ഒരു 6-7 പ്രാവശ്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിന് മുമ്പ് ഒരു 7 പ്രാവശ്യത്തോളം ഞാൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുമായി വന്നിട്ടുണ്ട്. അതിനെന്നെ സഹായിച്ച ലീഡർമാരോട് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. എൻ്റെ സ്വദേശം മേലാറ്റൂർ അടുത്താണ്. എൻ്റെ ലീഡർ ബാപ്പുത്തങ്ങളാണ്. അതുപോലെ ഹമീദ് ഉസ്താദ്, ഉമ്മർ ഉസ്താദും ഒക്കെ എൻ്റെ ലീഡർമാരാണ്. ഇനി ലീഡർമാരല്ലാത്ത കരീം സാറെ പോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായി, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ലഭിച്ചവരാണ്. അങ്ങനെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളെ എടുത്തു പറയാനുണ്ട്. ഇന്നലെ കുറെ ആളുകളെ കാണാനും സാധിച്ചു. പല മീറ്റിങ്ങിലായിട്ട് പരിചയപ്പെട്ടവർ പിന്നെ വല്ലാത്ത ഒരു അഭേദ്യ ബന്ധം ഉണ്ടാക്കി തീർക്കുന്ന ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമാണ് നമ്മുടേത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ മുഖവുരകൾ നീട്ടാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അല്പം മാത്രം പ്രതിപാദിച്ചുകൊണ്ട് എനിക്ക് അറിയുന്ന അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അതിലൊരു പക്ഷേ പാകപ്പിഴവുകൾ സംഭവിച്ചേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി തരാൻ പറ്റുന്ന ലീഡേഴ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ അത് അത്ര വലിയൊരു പ്രശ്നമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു പഠിക്കുകയാണ്. പഠിച്ച് കണ്ടെത്തുന്ന വിഷയം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതിയും മറ്റുള്ളവർക്ക് കിട്ടാൻ സാധിക്കുന്ന ഒരു ഉപകാരങ്ങളൊക്കെ അതും നമ്മുടെ അക്കൗണ്ടിൽ തന്നെ വരും. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ചെറിയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ എടുത്ത വിഷയം മാൻ ശക്തിമാൻ എന്നാണ്. അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതൊരു ജെൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന്. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉൽപ്പന്നം ഉണ്ടാവുമ്പോൾ ഇത് തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണവും കൂടിയുണ്ട്. പല ആളുകളും നമ്മോടൊക്കെ രഹസ്യമായും സൗഹൃദപരമായൊക്കെ ചോദിക്കാറുണ്ട്, ഞാൻ നിങ്ങളുടെ ഭാഗത്ത് മറ്റൊരു ലീഡറിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് ഈ സാധനം കിട്ടി, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു ഫലമൊന്നും കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവരെന്താണോ ഉദ്ദേശിച്ച ഫലം എന്ന് തിരുത്തിയിട്ട് പറയാറും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മേഖല എന്ന് പറയുന്നത് ഒട്ടേറെ ചൂഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. നാം കാണാം, ഒരു പരസ്യത്തിൽ, ഒരുപാട് പരസ്യങ്ങളിൽ കാണാം, പുരുഷന്മാരുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം നിങ്ങളുടെ ഉപയോഗത്തിന് മുമ്പ്, ആവശ്യത്തിന് അരമണിക്കൂർ മുമ്പ്, അതല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ്, അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പ് ഉപയോഗിക്കുകയും നിങ്ങൾക്ക് തക്കതായ ഫലം ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് ചില തരത്തിലുള്ള പരസ്യം കാണും. എന്നിട്ട് ആ പരസ്യത്തെ താരതമ്യം ചെയ്ത് ആ പരസ്യത്തിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന ഒരു ധാരണ വെച്ച് പല ആളുകൾ ഉപയോഗിക്കുന്നതായി നമുക്ക് നേരിട്ട് പല തരത്തിലും അറിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നാം ഒക്കെ പുറത്ത് പറയാൻ മടിക്കുന്നതായിരിക്കാം, എല്ലാവരുടെ അനുഭവത്തിലും ഉണ്ടായേക്കാം. പക്ഷെ ഈ വിഷയം പറയുമ്പോൾ നമ്മൾക്ക് നാം ഉദ്ദേശിച്ച ഒരു ഫലം ഇതുകൊണ്ട് ലഭിക്കാത്തത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അറിഞ്ഞുകൊണ്ട് ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നറിയാതെ, അല്ലെങ്കിൽ ഉപയോഗത്തിന്റെ ശരിയായ രൂപം അറിയാതെ, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാതെ പറഞ്ഞു കൊടുത്തും, അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ മനസ്സിലാക്കിയതൊക്കെ വൈകൃതമായി പോയി, അല്ലെങ്കിൽ വിലയിരുത്തിയത് മോശമായി പോയി, അല്ലെങ്കിൽ അറിവില്ലാതെ ഉപയോഗിച്ചത് കൊണ്ട് യഥാർത്ഥ ഫലം കിട്ടാതെ പോയി എന്ന് വേണം വിലയിരുത്താൻ. എന്നാലോ ഇത് ഉപയോഗിച്ച ആളുകൾക്ക് ധാരാളം ഫലം കിട്ടിയതായിട്ട് അനുഭവങ്ങളുണ്ട്. ഞാൻ തന്നെ കൊടുത്തിട്ട് എനിക്ക് അതിൻ്റെ ഫലം കിട്ടിയ, റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ എൻ്റെ അറിവിലുള്ളതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും. എന്നാൽ ഇതിനെക്കുറിച്ച് ചെറിയ
കാര്യങ്ങൾ നമുക്ക് നാം സാധാരണ ഉപയോഗിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. ഏതാവട്ടെ, പുരുഷന്മാരിൽ സാധാരണ കാണുന്ന ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് മാൻ ശക്തിമാൻ. പേരിൽ കാണുന്നത് പോലെ പുരുഷന്മാർക്കുള്ളതാണ്. യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രമേഹം, ഡയബറ്റിക്സ്, ഈ പ്രമേഹം നിയന്ത്രിക്കുകയും മാനസിക സമ്മർദ്ദങ്ങളെ പരിഹരിച്ച് സന്തോഷപരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഡയബറ്റിക്സ് അഥവാ പ്രമേഹം നിയന്ത്രിക്കാൻ ഉപകാരപ്പെടുന്നത് ഒന്നാണ്. അതോടുകൂടി മാനസികമായ ഉല്ലാസം കിട്ടുന്ന ഒന്നാണ്. ഇത് രണ്ടും കിട്ടുന്നതിലോടുകൂടി ആ വ്യക്തി ഊർജ്ജസ്വലനായി മാറുകയാണ്. ഊർജ്ജസ്വലനായി മാറുമ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം, അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ നമുക്കൊക്കെ കണ്ടുവരേണ്ടതും നമുക്ക് കിട്ടേണ്ടതും ഒക്കെ ആയിട്ടുള്ളത് ഒരു നമുക്ക് കിട്ടി വരേണ്ടത് നമ്മുടെ കുടുംബത്തോടു കൂടി സന്തോഷപരമായ നല്ല ഒരു അവസ്ഥയാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് നല്ല ഒരു ലവ് മേക്കിംഗ് ഉണ്ടാവണം. അതിന് ഏറ്റവും ഇന്ന് മാൻ ശക്തിമാൻ എന്നതിന് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നത് പെർഫെക്റ്റ് ഫോർമുല ഫോർ എ പെർഫെക്റ്റ് ലവ് മേക്കിംഗ്. ഇത് സ്നേഹസമ്പുഷ്ടമായ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റായ ഫോർമുലയാണ് ഇന്ന് ഇന്ത്യയിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഉൽപ്പന്നമായി മാൻ ശക്തിമാൻ എന്ന പ്രൊഡക്റ്റിന് നമുക്ക് പരിചയപ്പെടുത്താൻ തീർച്ചയായിട്ടും കഴിയും. സാധാരണ നിലക്കുണ്ടാകുന്ന പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ, സാധാരണ ദാമ്പത്യ പ്രശ്നത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും ഉള്ളത്, ഒന്നാമത്തത് വലിയൊരു പ്രശ്നം വരുന്നത് പിന്നെ ലോസ് ഓഫ് ലിബിഡോ എന്ന് പറയും. ലോസ് ഓഫ് ലിബിഡോ അഥവാ ഈ സെക്സ്വൽ ഡിസൈറിന്റെ ഒരു സെക്സ്വൽ ഡിസൈർ എന്ന് പറഞ്ഞാൽ ഒരു ലൈംഗിക താല്പര്യം, അതിന്റെ ഒരു കുറവ് പല കാരണങ്ങളും ഉണ്ടാവും. അതിന്റെ കുറവ് കാരണമാണ് കൂടുതലും ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടു പോകുന്നത്. ഇവിടെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ലവ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ലവ് മേക്കിംഗ് ഉണ്ടാകുന്നത് എങ്ങനെ വേണം? നമുക്ക് അതിനോട് കൂടിയ ഒരു ഡിസൈർ വേണം. അതിനോടുള്ള ഒരു ആഗ്രഹം, ഒരു അഭിനയം, അല്ലെങ്കിൽ എന്താ ഒരു വല്ലാത്ത ഒരു താല്പര്യം വേണം. മാത്രമല്ല പെർഫോം വേണം. ആഗ്രഹം മാത്രമല്ല, അത് പെർഫോം ചെയ്യാനും കൂടി കഴിയണം. അങ്ങനെ ഡിസൈർ പ്ലസ് പെർഫോം, ഇത് രണ്ടും കൂടി ഉണ്ടാവുമ്പോഴാണ് ലവ് മേക്കിംഗ് വരുന്നത്. ഈ ലവ് മേക്കിംഗ് ഇല്ലാതിരിക്കുന്ന ആ ഒരു ലോസ് ഓഫ് ലിബിഡോ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് സെക്സ്വൽ ഡിസൈറിന്റെ ഒരു കുറവ്, ഒരു താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഇത്രയും വിഷയങ്ങൾക്ക് അഭാവം പ്രശ്നം വരുന്ന അഭാവം, ഈ താല്പര്യത്തിന്റെ അഭാവം വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? ഒന്നാമത്തത് ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചു പോകുന്നതാണ്. ഈ ക്ലാസ് കേൾക്കുമ്പോൾ അത് മുന്നോടിയായിട്ട് തന്നെ എനിക്ക് ഉണർത്താനുള്ളത്, ഇതൊരു മറ്റൊരർത്ഥത്തിലോ അതല്ലെങ്കിൽ കൂട്ടുകുടുംബങ്ങളൊക്കെ ആയി നാം കേൾക്കുന്ന ഈ ക്ലാസ്സിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ വേണ്ടുന്നതാണ് എന്നുള്ള പോസിറ്റീവ് ചിന്തയോടുകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. നമുക്ക് സാധാരണ പുരുഷന്മാരിൽ കാണുന്ന ഒരു വൈകൃതം എന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ് ഒരു പ്രീമാച്ചുർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ശീഘ്രസ്ഖലനം. ഇത് സംഭവിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതാണ് ഒന്നാമത്തെ പുരുഷന്മാർക്കുണ്ടാകുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നം. അതുപോലെ തന്നെയാണ് മറ്റൊന്നാണ് ഒരു ഡിസ്ഫങ്ഷന്റെ ഒരു കുറവ്, അതായത് ഉദ്ധാരണശേഷി കുറവ്. ഇതൊക്കെയാണ് സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്ന്. അതുപോലെ തന്നെ ഈ കൗണ്ടിന്റെ കുറവ്. ഒരു പെർ 1 മില്യൺസിൽ ഒരു മില്ലി ലിറ്ററിൽ ഒരു 15ഓളം മില്യൺ കൗണ്ട് വേണം. അതിൽ നിന്ന് കുറവുള്ള ഒരവസ്ഥ, അതാണ് കുറവ്, സാധാരണ കൗണ്ട് കുറവ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അത് രണ്ട് വിധത്തിലുണ്ട്. തീരെ ഇല്ലാത്തവരും നിശ്ചിത എണ്ണത്തിൽ കുറവുള്ളവരും ഉണ്ട്. ചില ആളുകളുടെ സെമനിൽ, ശുക്ലത്തിൽ അത് തീരെ ഇല്ലാത്തൊരവസ്ഥയുണ്ടാവും. ചിലത്
ഉണ്ടാവും, പക്ഷെ ആവശ്യത്തിന് മതിയാവുന്നതല്ല. ഇങ്ങനെ രണ്ട് രൂപങ്ങളാണ് സാധാരണ നിലക്കുള്ളത്. അതോടുകൂടി തന്നെ അതിന്റെ രൂപങ്ങള്, അതിന്റെ രൂപത്തിന് മാറ്റം വരുന്നത്, അതിന്റെ ചലന വേഗത ഇല്ലാത്തത്, ചലന രൂപം വൈകൃതമായത്, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളും സാധാരണ വരും. അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് കാര്യമായി കൗണ്ട് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ അതല്ലാതെ അതിന് ഒരു ടെസ്റ്റ് നടത്തിയിട്ട് തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഉൽപ്പാദിപ്പിച്ച് ഉണ്ടാവാനുള്ള ഒരു അവസ്ഥയും ഇല്ല. അല്ലെങ്കിൽ അതിന്റെ രൂപവൈകൃതമാണ് എന്നൊരു റിസൾട്ട് വന്നാൽ അതിനെ ശരിപ്പെടുത്താനും കഴിയില്ല. സാധാരണ നിലക്ക് ഒരു ടൈമിങ് കൂട്ടുവാനോ അതല്ലെങ്കിൽ ഉദാഹരണശേഷി വർദ്ധിപ്പിക്കാനോ ഒക്കെ സഹായകമാവും. കാരണം അതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് വരുമ്പോൾ ആ ഭാഗം ഒന്ന് വിശദീകരിക്കാം. അതുകൊണ്ട് പിന്നെ മറ്റൊരു പ്രശ്നം സാധാരണ പുരുഷന്മാർക്ക് ഉണ്ടാകുന്നതാണ് ഹോർമോണിന്റെ ഒരു ലെവല് കുറവ്. നമ്മുടെ ഇതിന് വേണ്ടിയുള്ള ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോണിന്റെ ഒന്നുകിൽ അതിന്റെ ലെവൽ കുറവാകാം, അല്ലെങ്കിൽ ഇൻബാലൻസ്ഡ് ആവാം. ഇൻബാലൻസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറവോ കൂടിയിട്ടോ കുറഞ്ഞുകൊണ്ടോ ഒരു കൃത്യത ഇല്ലാതെ വരുമ്പോൾ നാം ഉദ്ദേശിച്ച ഫലം ക്ലിയർ ഇല്ലാതെ വരുന്നുണ്ടോ? വീഡിയോയിൽ മങ്ങിക്കൊണ്ടിരിക്കുന്നിടക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ സാറേ? ഉണ്ട് സാറേ, അങ്ങനെ ചില സമയത്ത് വരുന്നുണ്ട്, ഒരു ഇരുട്ട് വരുന്നുണ്ട്. അതെ, ഒരു സെക്കൻഡ് ഓഫ് ആക്കാവോ? ഒന്ന് തിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ലൈറ്റ് ബാക്ക് നിന്ന് വരുന്നോണ്ടായിരിക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഹോർമോണിന്റെ ലെവൽ ലോ ഹോർമോണിന്റെ ലെവൽ കുറഞ്ഞു പോവുക, അതല്ലെങ്കിൽ ഹോർമോൺ ഇൻബാലൻസ്ഡ് ആയി നിൽക്കുക, ഒരു ക്രമം ഇല്ലാതെ കൂടിയും കുറഞ്ഞും നിൽക്കുന്ന ഒരു അവസ്ഥ വരിക, ഇങ്ങനെയൊക്കെ വരുന്ന ഒരു പ്രശ്നം ഇത് പുരുഷന്മാർക്ക് സാധാരണ നിലക്കുണ്ടാവും. മറ്റൊരു പ്രശ്നം ഇമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലം. നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്ന ഒരു അവസ്ഥയുണ്ടായാലും നമ്മുടെ ഹോർമോണിന് പ്രശ്നം വരും. അതുവഴിയായി പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊന്ന് സജീവമാകും. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ കൂടി അത്യാവശ്യമാണ്. അതാണ് മെയിനായിട്ട് പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ. അതുപോലെ മാനസിക പിരിമുറുക്കം, മെന്റൽ ഡിപ്രഷൻ, ഇത് കൂടിയാലും ഇത്രയും വിഷയങ്ങൾക്കൊക്കെ താല്പര്യം കുറഞ്ഞു പോകും. അതുപോലെ ഇംപ്രോപ്പറായ ഒരു ഡയറ്റ്, നമ്മുടെ ഭക്ഷണ ക്രമീകരണം വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണക്രമം, അതിനാവശ്യമായ സമ്പുഷ്ടമായ ഭക്ഷണങ്ങളൊക്കെ വേണം. പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ് ബ്ലഡ് സർക്കുലേഷന്റെ പ്രശ്നം, നമ്മുടെ രക്തചംക്രമണത്തിൽ ഉണ്ടാകുന്ന തകരാറുകൾ. ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ വിഷയത്തിൽ ഹോർമോൺ ലെവൽ കൂടുകയും അതുപോലെ തന്നെ ഇൻബാലൻസ്ഡ് ആയി നിൽക്കുന്ന ഹോർമോൺ ക്രമീകരിക്കാനും പറ്റുന്നത് വഴി ലൈംഗിക ബന്ധങ്ങളും അതുപോലെ ദാമ്പത്യ ജീവിതവും സുദൃഢമാകുന്നത്. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സാധാരണക്ക് ആത്മവിശ്വാസക്കുറവ് സാധിക്കും. ആത്മവിശ്വാസം, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് കഴിയില്ല, എനിക്കിത് കഴിയുന്ന കാര്യമല്ല എന്ന ഒരു തോന്നൽ കൂടി മാനസികമായി വരുമ്പോൾ മാനസിക പിരിമുറുക്കവും വരും. അപ്പോൾ ഇതിനെല്ലാം അടങ്ങിയിട്ടുള്ള, ഇതിനെല്ലാം പരിഹരിക്കാൻ പര്യാപ്തമായ ഒരു പ്രത്യേക ഉൽപ്പന്നമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഉൽപ്പന്നത്തിൽ വരുന്ന കണ്ടന്റുകൾ പരിശോധിച്ചാൽ അറിയാം ഈ വിഷയങ്ങൾക്കൊക്കെ നമ്മുടെ കയ്യിൽ പരിഹാരമായിട്ടുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ എന്ന് മനസ്സിലാക്കാം. ഒന്നാമത് അതിലടങ്ങിയ ചില ഇൻഗ്രീഡിയൻസിനെ പരിചയപ്പെടുത്താം. അതിൽ നിലപ്പന, നീർമരുത്, അമൃത് അഥവാ നമ്മൾ ചിറ്റമൃത് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ളത്, അശ്വഗന്ധം അമുക്കുരമാണ്. നോട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ഇതാ: നിലപ്പന, നീർമരുത്, അമൃത്, അശ്വഗന്ധം, നായ്ക്കുരണ, എള്ള്, ജാതിപത്രി, കുങ്കുമം, സഫേദ് മുസ്ലിം, മുതുക്ക് എന്ന് പറയുമ്പോൾ സാധാരണ പാൽമുതുക്ക് അങ്ങനെയൊക്കെയാണ് അതിനെ പറയല്. ഏതാവട്ടെ ഓരോന്ന് ചെറിയ രൂപത്തിൽ നമുക്ക് വിശദീകരിക്കാം. നിലപ്പന അറിയുന്ന ആളുകൾക്ക് ഏകദേശം നമ്മുടെ ഈ ഈത്തപ്പനയുടെ ഒക്കെ ഓല പോലെ, ചെറിയ ഈത്തപ്പനന്റെ ഇത് മുളച്ചു വരുമ്പോൾ ഉണ്ടാകുന്നത് പോലെ നീണ്ടിട്ടുള്ള നിലപ്പന, അതിങ്ങനെ
നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഇല നിലത്ത് മുട്ടിയിട്ട് ആ ഇലയിൽ നിന്നാണ് വീണ്ടും മുളച്ചു വരും. എന്ന് പറഞ്ഞാൽ അല്പം ഉണ്ടാക്കിയാൽ തന്നെ ഒരു തോട്ടം മുഴുവൻ ഉണ്ടാക്കുക ഒരു പ്രയാസമല്ല. അതിൽ നിന്ന് നീണ്ടു വരുന്ന ആ ഇല മുട്ടിയാൽ മതി നിലത്ത്, മണ്ണില്. അവിടെ പരാഗണം നടന്ന് ആ ഇലയിൽ നിന്ന് മറ്റു ചെടികൾ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് വർദ്ധിച്ചു വരുന്ന ഒന്നാണ് നിലപ്പന എന്ന് പറയുന്നത്. അത് പൊതുവെ ലൈംഗികമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പര്യാപ്തമായ ഒന്നാണ് നിലപ്പന എന്നുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ ആവശ്യമുള്ളവർക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അതുപോലെ നീർമരുതാണ് അതിൽ മറ്റൊന്നുള്ളത്. അത് പ്രമേഹം നിയന്ത്രിക്കുന്നു. പൊതുവെ പ്രമേഹ രോഗികൾക്ക് ശാരീരികമായ ബലക്ഷത വരുമ്പോൾ ഉദ്ദേശിച്ച താല്പര്യങ്ങൾ ഇല്ലാതിരിക്കുകയും ഹോർമോൺ ലെവൽ കുറയുകയും ഒക്കെ ചെയ്യും. മാനസിക പിരിമുറുക്കം കൂടും, പലതും ഉണ്ടാവാം. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നാണ് നീർമരുത്. പല പ്രൊഡക്റ്റുകളിലും, നമ്മുടെ പല പ്രൊഡക്റ്റുകളിലും നീർമരുത് അടങ്ങിയിട്ടുണ്ട്. അത് ഹൃദയമിടിപ്പ് വരെ ക്രമീകരിക്കാൻ പറ്റുന്ന ഒന്നാണ്. വെൽഹാർട്ടൊക്കെ മനസ്സിലാക്കുമ്പോൾ അതിലും നീർമരുതുണ്ട്. അത് നമ്മുടെ ഹൃദയമിടിപ്പൊക്കെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അശ്വഗന്ധം. അശ്വഗന്ധത്തിന് അമുക്കുരം എന്നും പറയാം, അശ്വഗന്ധം. ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന പേരാണ്. ഇത് പ്രധാനമായിട്ട് മാനസികമായ പിരിമുറുക്കങ്ങൾ അഥവാ സ്ട്രെസ് കുറക്കുന്നു. ഒരുപാട് ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ട്. പക്ഷെ ഞാൻ മിക്കതും പറയുന്നത് ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കുള്ളത് മാത്രമാണ് പറയുന്നത്. അത് സ്ട്രെസ് കുറക്കുന്നു എന്നാണ് അശ്വഗന്ധത്തെ കുറിച്ച് ഒരു കാര്യമുള്ളത്. മാത്രമല്ല വലിയ തരത്തിൽ വാചീകരണ ശക്തി അഥവാ സെക്സ്വൽ കാര്യങ്ങളിലേക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കണ്ടന്റുകൾ അടങ്ങിയതാണ് അമുക്കുരം അല്ലെങ്കിൽ അശ്വഗന്ധം എന്ന് പറയുന്നത്. പിന്നെ നായ്ക്കുരണയാണ് അതിൽ മറ്റുള്ളത്. നായ്ക്കുരണ അറിയാൻ പഴയ കാലങ്ങളിൽ എല്ലാ തോട്ടങ്ങളിലും വീടുകളിലും എല്ലാ പ്രദേശങ്ങളിലും കണ്ടുവന്നതാണ്. ഇപ്പൊ കുറഞ്ഞു പോയിട്ടുണ്ട്, കാടുകളൊക്കെ നശിച്ചു പോകുന്നത്. അത് വള്ളിയിൽ ഉണ്ടായിത്തീരുന്ന ഏകദേശം നമ്മുടെ പുളിയൊക്കെ തൂങ്ങി നിൽക്കുന്നത് പോലെയുള്ള ആ ഒരു അതിന്റെ ഉള്ളിലെ പരിപ്പാണ് ഔഷധം. പുറമേയുള്ളത് വലിയ തരത്തിൽ അത് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുന്ന, സ്കിൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. അതിന്റെ ഉള്ളിലെ പരിപ്പ് ശുദ്ധീകരിച്ച് പൊടിച്ചെടുക്കുന്നതാണ് സാധാരണ നിലക്ക് ഉള്ള വൈദ്യങ്ങളിൽ ഉള്ളത്. പക്ഷെ നമ്മുടെ ഇതിൽ അതിന്റെ എക്സ്ട്രാക്ട് മാത്രം എടുത്ത് വീര്യമുള്ളതിനെ മാത്രം എടുത്തിട്ടായിരിക്കണം. അങ്ങനെ തന്നെയാണ്. കാരണം ഇതെല്ലാം ഉൾക്കൊള്ളിക്കണ്ടേ. അതാണ് നായ്ക്കുരുട. അത് മെയിൻ ആയിട്ട് നാഡീ തളർച്ചയ്ക്കും അതുപോലെ ഉത്തേജന പ്രശ്നങ്ങൾക്കും, സാധാരണ ഒരു ഉത്തേജനമില്ലായ്മ, ഒരു ഉദ്ധാരണ ശേഷി കുറഞ്ഞതിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് നായ്ക്കുരണ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഒരു വിധത്തിലൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാണ് നായ്ക്കുരണ. അത് നമ്മുടെ ഈ ഉൽപ്പന്നത്തിൽ പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് എള്ള്. എള്ള് പൊതുവെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കറുത്തതും മറ്റൊന്ന് വെളുത്തതുമായ രണ്ട് തരത്തിലുള്ള എള്ളാണ് പൊതുവെ കാണപ്പെടാറുള്ളത്. അതിൽ കറുത്ത എള്ളിനാണ് ഔഷധ വീര്യം ഉള്ളത് കൂടുതൽ. പിന്നെ വെളുത്ത എള്ളിന് ചില പ്രത്യേക വിഷയങ്ങൾക്ക് പറ്റുമെങ്കിലും കൂടുതൽ കറുത്ത എള്ളിനാണ് ഔഷധ വീര്യമെങ്കിൽ. പക്ഷെ ഇതിൽ വെളുത്ത എള്ളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതാവട്ടെ അത് നമ്മുടെ ഡ്രൈ സ്കിന്ന്, നമ്മുടെ സ്കിന്നിനൊക്കെ പര്യാപ്തമായതാണ്. അതിന് പുറമെ ഇതിൽ അത് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നാൽ ഏറ്റവും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഈ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതോടുകൂടി അവൻ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ ദാമ്പത്യ ജീവിതം ഒന്ന് മെച്ചപ്പെടും. പിന്നെ മറ്റൊന്ന് ജാതിപത്രി. ഈ ജാതിപത്രിയെ കുറിച്ച് കുറെ ആളുകൾക്ക് അറിയില്ല എന്നാണ്. ജാതിക്ക എല്ലാ ആളുകൾക്കും അറിയും. എന്നാൽ ജാതിക്കയുടെ മേലെ ഒട്ടിപ്പിടിച്ച് ഒരു പൂവ് പോലെ കാണുന്ന അതിന്റെ തൊലിക്ക് പുറമേയുള്ളതാണ് ജാതിപത്രി എന്ന് പറയുന്നത്. അത് വലിയ തരത്തിൽ വാചീകരണവും കാമോദ്ദീപവുമാണ് ജാതിക്കയും ജാതിപത്രിയും ഒക്കെ. കൂടുതൽ ആ മനുഷ്യനെ കൂടുതൽ താല്പര്യമുണ്ടാക്കുന്ന ഘടകങ്ങൾ അതിൽ ധാരാളമുണ്ട്. വേറെ ഒന്നാണ് അതിൽ ഉൾപ്പെട്ടത് കുങ്കുമം. കുങ്കുമം സാധാരണ പാലിൽ കലക്കി ഗർഭിണികളെല്ലാം ഉപയോഗിക്കാറുണ്ട്. അത് നല്ല നിറം വെക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉപയോഗിക്കുന്നെങ്കിലും നിറം വെക്കുന്നതിനല്ല കൂടുതൽ അത് ഉപകാരപ്പെടുന്നത് ശരീരത്തിന് ഓജസ്സും
തേജസ്സും സൗന്ദര്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്നത് നിറത്തോടു കൂടിയാണല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും. നിറമല്ല അതിന് പ്രധാനമായിട്ടുള്ളത്. മെയിനായിട്ട് ശരീരത്തിന് നല്ല ഊർജം ലഭിക്കും. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് വലിയ ഏറ്റവും നല്ല നിലക്ക് ഒരു 5 ഗ്രാമിന് ഒരു 2500 മുതലൊക്കെ കൊടുക്കേണ്ടി വരും നല്ല ഒരു കുങ്കുമം കിട്ടണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അതിന്റെ യഥാർത്ഥ രൂപത്തിലുള്ളത് കിട്ടാൻ പ്രയാസമാണ്. ഒരു ഗ്രാം കിട്ടണമെങ്കിൽ തന്നെ 100-ലധികം പൂക്കളിൽ നിന്ന് ശേഖരിച്ച അല്പം മാത്രമാണ് അതിന്റെ അഗ്രഭാഗം. അതിൽ നിന്ന് കിട്ടുന്ന 1 ഗ്രാം എന്ന് പറയുന്ന കുങ്കുമം അത് നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ ഒന്നാണ് സഫേദ് മുസ്ലി, വെള്ള മുസ്ലി, വെളുത്ത മുസ്ലി എന്നൊക്കെ നമുക്ക് യൂട്യൂബിൽ അടിച്ചാലൊക്കെ കിട്ടും. അതിന് മെയിനായിട്ട് പ്രമേഹം നിയന്ത്രിക്കാനും ലൈംഗിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അത് പരിഹരിക്കാനും പര്യാപ്തമായതാണ്. വേറെ മുതുക്ക്, പാൽമുതുക്ക്. പാൽമുതുക്ക് എന്ന് പറഞ്ഞ ചില ഭാഗത്തിന് അഞ്ചിലത്താളി എന്ന് ഉപയോഗിക്കാറുണ്ട്. ക്ഷീരവിതാരി എന്നൊക്കെ സംസ്കൃതത്തിൽ പറയാറുണ്ട്. നമ്മുടെ വിതാരി എന്നൊക്കെ അതിന് മറ്റൊരു പേരുണ്ട്. ഇത് ശുക്ലവർദ്ധനക്കും ശരീരത്തിന് ഓജസ് ഉണ്ടാവാനും പ്രായാധിക്യം കൊണ്ട് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഊർജം ലഭിക്കാൻ വളരെ പര്യാപ്തമായ ഒന്നാണ് ഈ പാൽമുതുക്ക്. പാൽമുതുക്കിന്റെ പ്രയോഗങ്ങളും ഉപകാരങ്ങളും ഒരുപാടാണ്. പാൽമുതുക്ക് തേനിലും പാലിലും ചൂടുവെള്ളത്തിലും പൊടിച്ചും അതിന്റെ കിഴങ്ങെടുത്ത് ഒരുപാട് ഔഷധങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നാം സാരസ്വാധാരി അതുപോലെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മരുന്നുകളിൽ പഴയ കാലം മുതൽ തന്നെ പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചു വരുന്നതാണ്. അതും നമ്മുടെ ഈ ഉൽപ്പന്നത്തിൽ ഉണ്ട്. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്? ഇത്രയും കാര്യങ്ങൾ ഇതിൽ അടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഒരു ലവ് മേക്കിങ്ങിന് വേണ്ടുന്ന ഒരു ഹോർമോൺ റിലീസ് ആവാൻ വേണ്ടി സഹായിക്കും. അത് നമ്മുടെ ശരീരത്തിൽ ഈ വസ്തു ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ലവ് മേക്കിങ്ങിന് പര്യാപ്തമായ ഹോർമോൺ റിലീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ ഒരു റൊമാൻസ് മൂഡ് ഉണ്ടാവും. ഈ റൊമാൻസ് മൂഡ് ഉണ്ടാകുന്നത് വഴിയാണ് ഇതിനൊക്കെ താല്പര്യം വരുന്നത്. അങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുന്നത്. ഇത് ഏറ്റവും കുറഞ്ഞത് ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച കൃത്യമായി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഫലം ലഭിക്കുന്നത്. ഏതെങ്കിലും ആൾക്ക് 2-3 ആഴ്ച കൊണ്ട് ഫലം ലഭിച്ചു എങ്കിൽ അത് അവരുടെ ഭാഗ്യം എന്നല്ലാതെ നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തുന്നത് ഏറ്റവും കുറഞ്ഞത് 3 ആഴ്ച മുതൽ 3-4-5 ആഴ്ച കൊണ്ടാണ് ഇതിന്റെ യഥാർത്ഥ ഫലം നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. മാത്രമല്ല ഏറ്റവും കുറഞ്ഞത് ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം ഒക്കെ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അതിലൊരു സ്ഥിരത കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബോട്ടിലിൽ 60 ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ രാവിലെ 2 എണ്ണവും രാത്രി 1 ഉപയോഗിക്കുമ്പോൾ ഒരു ദിവസം 3 എണ്ണം വേണം. അപ്പൊ ഒരു ബോട്ടിൽ 20 ദിവസത്തേക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഏറ്റവും കുറഞ്ഞത് 2 മാസം ഉപയോഗിക്കണമെങ്കിൽ 3 ബോട്ടിലെങ്കിലും ഓരോരുത്തരും ആളുകളും വാങ്ങി ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാൻ കഴിയും. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ഊർജമായി മാറ്റാൻ കഴിയും. അതുവഴിയായി നമ്മുടെ കുടുംബത്തിന് മെച്ചം വരും. അതുപോലെ തന്നെ നാം ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ഇല്ലാത്തത് ഈ സെമന്റ് അല്ലെങ്കിൽ അതിൽ ബീജത്തിന്റെ കുറവ്, കൗണ്ട് കുറവാണെങ്കിൽ ഒരു റീപ്രൊഡക്റ്റ് രണ്ടാമതൊന്ന് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ അത് വളർന്നു വരണമെങ്കിൽ 90 ദിവസം എടുക്കും പുതുതായി ഒന്നുണ്ടാവാൻ എന്നാണ് ശാസ്ത്രം പറയുന്ന മറ്റൊന്ന്. അപ്പൊ നമുക്കറിയാം ഒരു 3 മാസമെങ്കിലും തുടർച്ചയായിട്ട് ഇത് കഴിക്കലാണ് നമുക്ക് ഈ വിഷയത്തിലേക്ക് ഏറ്റവും ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം അതാണ്. അതോടുകൂടി തന്നെ ഇതിന്റെ കൂടെ ഒരു സപ്ലിമെന്റ് ആയിട്ട് ഫൈസ്ട്രസ് കൊടുക്കണം. ഫൈസ്ട്രസും അതിനോട് കൂടെ തന്നെ പറ്റുമെങ്കിൽ നമ്മുടെ കവചപ്രാശ് എന്ന ലേഹ്യവും കൂടി ഉണ്ടാവുമ്പോൾ ആള് നേരത്തെ പറഞ്ഞ പെർഫെക്റ്റ്. അപ്പോഴാണ് പെർഫെക്റ്റ് പ്ലസ് ഡിസൈർ, താല്പര്യവും പെർഫോം ചെയ്യാനുള്ള ഡിസൈർ പ്ലസ് പെർഫോം, താല്പര്യവും പെർഫോമും സാധിക്കുന്നത് ഇതിനു കൂടെ
ഒരാൾ മാൻ ശക്തിമാൻ എന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവരുടെ 5 സ്ട്രെസ് നിർബന്ധമായും പറ്റുമെങ്കിൽ കവചപ്രാശവും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് വരും. കാരണം 5 സ്ട്രെസ് എന്തായാലും അവനുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ കുറക്കും. മാനസിക പ്രശ്നങ്ങളാണ് 90% ലൈംഗിക വിഷയത്തിലേക്ക് കുറഞ്ഞു പോകുന്നത്. പ്രതിരോധ ശേഷി നഷ്ടപ്പെടും. ചെറിയ വിഷയം അല്ല സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് നമ്മുടെ കാൽപാദം മുതൽ തലച്ചോറ് വരെ തളർന്നു പോകാൻ സാധ്യതയുള്ള ഒന്നാണ് സ്ട്രെസ്. അതിന് പരിഹാരമായ പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ള 5 സ്ട്രെസ് എന്ന് പറയുന്ന ഉൽപ്പന്നം. അത് കാരണം എന്താണ്? സ്ട്രെസ്സിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധാരണ നിലക്കുള്ളതാണ്. പ്രധാനപ്പെട്ട ഒരു 5-6 കാര്യങ്ങൾ പറയാല് 8ഓളം കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതായി ഓർക്കുന്നുണ്ട്. ഒന്നാമത്തെ നമ്മുടെ പണം. ഈ പണം എന്ന് പറയുന്ന വിഷയം എന്തെങ്കിലും നമുക്ക് എത്തിപ്പെടാതെ നമ്മൾ ആവശ്യത്തിന് എത്താതെ വരുമ്പോൾ നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ടാവും. 95% അല്ലെങ്കിൽ ഒരു 99% ആളുകൾക്കും ലക്ഷം ആവശ്യമുള്ളവന് 50 ഉള്ളൂ, കോടി ആവശ്യമുള്ളതിന് അതിന്റെ പകുതിയേ ഉള്ളൂ, 100 ആവശ്യമുള്ളവന് 50 ഉള്ളൂ. ഈ രൂപത്തിലാണ്. പണത്തിന്റെ കുറവ് കാരണം സ്ട്രെസ് അനുഭവിക്കാം. അതുപോലെ ആരോഗ്യം, പ്രായം ചെന്നുകൊണ്ടോ മറ്റോ പ്രശ്നം കൊണ്ട് ആരോഗ്യം നശിച്ച് അവനൊന്നും സാധിക്കാതെ വരുമ്പോൾ അവന് സ്ട്രെസ് വരികയാണ്. അതുപോലെ വേറെ ഒന്നാണ് നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ബന്ധങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ ഭാര്യയോ കുടുംബമോ മറ്റാളുകളുമായി പ്രയാസത്തിലാകുമ്പോൾ അവൻ മാനസികമായി തളരുകയാണ്. അതുവഴി സ്ട്രെസ് ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ ലൈംഗിക ജീവിതത്തിന്, ദാമ്പത്യ ജീവിതത്തിന്, കുടുംബ ഭദ്രതയ്ക്ക് കോട്ടം പറ്റുന്ന ഒന്നാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത്. സാധാരണ നിലക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ല. അവന് യഥാർത്ഥ രൂപത്തിൽ ഒരു ആരോഗ്യപരമായ ഉറക്ക് ലഭിക്കാതെ നേരം വെളുക്കുന്നത് വരെ ഉറക്കൊഴിഞ്ഞ് നേരം വെളുത്ത് അതിന്റെ ക്ഷീണത്തോടു കൂടിയാണ് എഴുന്നേൽക്കുന്നത്. ഉറങ്ങിക്കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉന്മേഷം വരുന്നില്ല. അതുപോലെ തന്നെ ഡിപ്രിവേഷൻ, അവന് ക്ലേശവും ദാരിദ്ര്യവും വിഷാദവും മാന്ദ്യവും ഒക്കെ പിടിപെട്ട് മാനസികമായി തകർന്ന അവസ്ഥയിലാണ്. ഇന്ന് മാത്രമല്ല, പാരന്റിങ് എന്ന് പറയുന്നത് പോലും സ്ട്രെസ്സിന്, അഥവാ രക്ഷാകർതൃത്വം, നമ്മൾ രക്ഷിതാവായിരിക്കുക എന്നത് തന്നെ സ്ട്രെസ്സിന് കാരണമായിട്ട് ചില ആളുകൾ വിലയിരുത്തുന്നു. കാരണം ഇന്ന് മക്കളുടെ നാം ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ മക്കൾ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ മക്കൾ കാരണം, അല്ലെങ്കിൽ മക്കളെ നാം ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നാം ഉദ്ദേശിച്ച രൂപത്തിലല്ല അവരുടെ പെർഫോമൻസ്. ഇങ്ങനെ നാം രക്ഷിതാവാകുന്നു എന്ന ഒരു കാരണം പോലും സ്ട്രെസ്സിന് കാരണമാകുന്നു. തൻ്റെ സ്വന്തം വ്യക്തിത്വ ജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. മറ്റൊന്നാണ് ജോബ് പ്രഷർ, അഥവാ ജോലി സമ്മർദ്ദം. ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും സ്ട്രെസ് വരും. ജോലികളിൽ വേണ്ടതുപോലെ വ്യാപൃതനാവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ജോലി എടുക്കുന്ന സ്ഥലത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ സ്ട്രെസ് ഉണ്ടാകുന്നു. ഈ സ്ട്രെസ്സിന് ഒരു പരിഹാരമാണ് നമ്മുടെ 5 സ്ട്രെസ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മാനസിക സമ്മർദ്ദത്തിലുള്ള എല്ലാ കാരണങ്ങളും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക് അത് ബാധിക്കും. അതുവഴിയായി അവന്റെ ശരീരത്തിൽ നിന്ന് ഹോർമോൺ നഷ്ടപ്പെടും. ഹോർമോൺ റിലീസ് ആകുന്നില്ല. നമ്മുടെ ടെൻഷൻ വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് പ്രത്യേകമായ ഹോർമോൺ റിലീസ് ആകുന്നത് വഴി ശരീരത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് തരത്തിലുള്ള ഹോർമോൺ നിർവീര്യമായി പോകും. അങ്ങനെ വരുമ്പോൾ അതിനെ ഒന്നുകൂടെ ഒന്ന് പുനർജീവിപ്പിക്കാൻ വേണ്ടിയാണ് 5 സ്ട്രെസ്സും അതുപോലെ തന്നെ മാൻ ശക്തിമാൻ എന്ന പ്രൊഡക്റ്റും. കാരണം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വരുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഹോർമോൺ റിലീസ് ആവുകയും അത് ശരീരത്തിൽ വിഷലിപ്തമായി വരികയും ചെയ്യുന്നു. അപ്പൊ അതിനൊക്കെ അതൊരു ബാഡ് സ്ട്രെസ്സിനുള്ള ഒരു ബാഡ് ഹോർമോണാണ്. ഇങ്ങനെ നമുക്ക് സ്ട്രെസ് വരുമ്പോൾ ഉണ്ടാകുന്ന. അപ്പോൾ നല്ല ഹോർമോണുകളൊക്കെ നഷ്ടപ്പെട്ട് നമ്മുടെ ശരീരം ഇൻബാലൻസ്ഡ് ആകുന്നു, ക്രമം തെറ്റുന്നു. അതിനെ ക്രമീകരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ 5 സ്ട്രെസ്സും 5 സ്ട്രെസ്സിനേക്കാൾ ഇത്രയും ലൈംഗിക താല്പര്യം നന്നായി വരുന്ന ഒരുപാട് ഹോർമോണുകൾ റിലീസ് ആവാൻ പര്യാപ്തമായ മാൻ ശക്തിമാൻ എന്ന പ്രൊഡക്റ്റും. ഇത് രണ്ടും കൂടെ ഉണ്ടാവുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ രൂപം ഇതിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ
മാൻ ശക്തിമാൻ എന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ സ്ട്രെസ് കുറക്കാൻ വേണ്ടി 5 സ്ട്രെസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതോടുകൂടിയാണ് കവചപ്രാശം ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ ശേഷി. അത് നമ്മുടെ ശരീരത്തിൽ എല്ലാ തരത്തിലുള്ള ഇമ്മ്യൂണിറ്റികൾക്ക് വകയുള്ള പ്രതിരോധിക്കാനുള്ള എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാം ഇന്ന് നിത്യേന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 10,000-കണക്കിന് അണുക്കളാണ്, ബാക്ടീരിയകളാണ്, വൈറസുകളാണ് നാം ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ പുറന്തള്ളുന്നത് നമ്മുടെ ശരീരത്തിലുള്ള പ്രത്യേക പ്രവർത്തനം മൂലമാണ്. പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വരുമ്പോൾ അതിന് പ്രതിരോധമായി വരുന്നതും അതും നമ്മുടെ ശരീരത്തിലുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ കൂടി കൂട്ടാൻ കവചപ്രാശം കൂടി ഉണ്ടാവുമ്പോൾ മാൻ ശക്തിമാൻ എന്ന പ്രൊഡക്റ്റിന് ശരിയായ രൂപത്തിൽ അർഹിക്കുന്ന വിധത്തിലുള്ള ഫലം കാണുന്നു. ഏറ്റവും കുറഞ്ഞ നിലക്ക് നാം മനസ്സിലാക്കേണ്ടത് ഒരു 3 മാസമെങ്കിലും ഉപയോഗിക്കുക. 20 ദിവസത്തിന് ശേഷമേ അതിന്റെ ഫലം കണ്ടുവരികയുള്ളൂ. അതുകൊണ്ട് ഒറ്റ ബോട്ടിൽ ഉപയോഗിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അത് സാധിക്കുകയില്ല. മറ്റൊന്ന്, ഇത് ഒരു വയാഗ്ര പോലെയുള്ളതല്ല. അത് നാം മനസ്സിലാക്കണം. ഇതൊരു വയാഗ്ര പോലെയുള്ള ഏതാനും ചില ആവശ്യങ്ങൾക്കോ കൃത്യനിർവഹണങ്ങൾക്ക് വേണ്ടിയോ മണിക്കൂറുകൾക്ക് വേണ്ടിയോ ഉത്തേജന ശേഷി ഉണ്ടാക്കുന്ന ഒന്നല്ല. ഇത് നാം മനസ്സിലാക്കണം. ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി താൽക്കാലിക പരിഹാരമായി നമ്മുടെ ആവശ്യത്തിന്റെ നമുക്ക് അരമണിക്കൂർ മുമ്പ് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്ന പരസ്യം പോലെയാണ് ഇത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മാൻ ശക്തിമാനിന് ഫലം കുറവാണ് എന്ന് പറയുന്ന ആളുകൾക്ക് സംഭവിച്ചു പോകുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഇത് വയാഗ്ര പോലെയുള്ളതല്ല. ഇതിൽ ജാതിപത്രിയും ജാതിക്കൊക്കെ ഉള്ളത് കൊണ്ട് അതിന് നല്ല കാമോദ്ദീപം ഉണ്ടാകുന്നു, അത് വർദ്ധിക്കുന്നു എന്നത് സ്വാഭാവികം. എന്നാൽ അതിന് വേണ്ടിയുള്ളതല്ല എന്ന് നമ്മുടെ കമ്പനി സൈറ്റുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടുകൂടി ശുക്ലവർദ്ധനവും ടൈമിങ്ങും ധാതുപുഷ്ടിയും ഇങ്ങനെ തുടങ്ങി ശരീരത്തിന് ഊർജം നൽകുന്ന നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്യുന്ന ഒട്ടനവധി ഘടകങ്ങൾ ഇതിലുണ്ട്. അതുവഴിയായി നമ്മുടെ നല്ല ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. അങ്ങനെ നല്ല നിലക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന ഒരു ഉത്തമ പ്രൊഡക്റ്റാണ്, ഉൽപ്പന്നമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് നാം ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ഐശ്വര്യമായ ദാമ്പത്യ ജീവിതം കുടുംബവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലീഡർമാരായ ബാപ്പു തങ്ങൾ, അതുപോലെ തന്നെ എനിക്കിതിന് അവസരം നൽകിയ നമ്മുടെ ഹമീദ് ഉസ്താദ്, അതുപോലെ ഉമർ ഉസ്താദ്, മറ്റുള്ള ലീഡേഴ്സ്, എന്നെ പരിചയപ്പെടുത്തിയ ഇന്ന് എംസി ചെയ്തുകൊണ്ടിരിക്കുന്ന കരീം സാർ, ഇങ്ങനെ തുടങ്ങി എന്നെ അറിയുന്നവരും അല്ലാത്തവർക്കും എല്ലാവർക്കും എന്നെ ശ്രവിച്ചവർക്ക് മുഴുവനും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. തിരുത്താം, നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. എന്നിലുള്ള കുറവുകൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ